ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടെടുപ്പ് എന്ന പഠന പദ്ധതിയുടെ 19ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വീണ്ടെടുപ്പ്, മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ദൈവമൊരുക്കിയ നിത്യമായ പദ്ധതി. ഈ പദ്ധതി നിത്യതയിൽ വെച്ച് തന്നെയാണ് ദൈവം രൂപകൽപ്പന ചെയ്തത്. പക്ഷെ താൻ സൃഷ്ടിച്ച ഭൂമിയിൽ അതെങ്ങനെയാണ് നടപ്പിലാക്കിയത് നാം കണ്ടു. വളരെ വ്യക്തമായി അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദാനം ചെയ്തു. ദൈവ വാഗ്ദാനങ്ങൾ എപ്പോഴും ഉവ് എന്നാണ്. ദൈവം ഒരു കാര്യം അരളി ചെയ്താൽ ദൈവം ചരിത്രത്തെ അതിൻ്റെ പൂർണ്ണതയ്ക്കായി ദൈവം നടത്തും. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനത്തിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. അത് അതേപോലെ തന്നെ സംഭവിച്ചു. 430 വർഷക്കാലം മിസ്രയീമിൽ അടിമകളായി കിടക്കേണ്ടി വന്ന അബ്രഹാമും തലമുറകളും. അബ്രഹാം ഉണ്ടായിരുന്നില്ല, അബ്രഹാമിൻ്റെ ബാക്കി തലമുറകൾ 430ഓളം വർഷം അവിടെ അടിമകളായി കിടന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു മഹാജനതയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇത് അബ്രഹാമിനോട് പറഞ്ഞു നേരത്തെ. രണ്ടാമത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, നീ സഞ്ചരിക്കുന്ന ദേശം, നീ നിന്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരിക എന്ന് പറഞ്ഞ് കൽദയ പട്ടണമായ ഊരിൽ നിന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കി കൊണ്ടുവരുമ്പോൾ ദൈവം പറഞ്ഞു, നീ സഞ്ചരിക്കുന്ന ദേശമെല്ലാം ഞാൻ നിനക്ക് തരും. ആ ദേശത്തിൻ്റെ അതിരുകൾ വരെ വ്യക്തമായി ദൈവം രേഖപ്പെടുത്തി കാണിച്ചു. ഈ ദേശമെല്ലാം ദൈവം അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾക്ക് കൊടുത്തു. അത് യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് എസ്രാ, നെഹമ്യ, ഹഗ്ഗായി തുടങ്ങിയ പ്രവാചക പുസ്തകങ്ങളിൽ നിന്നെല്ലാം നാം വ്യക്തമായി കണ്ടു. ഈ ദേശം ദൈവം തൻ്റെ ജനത്തിന്, യഹൂദ ജനത്തിന് നൽകി. ഇനി നൽകാനില്ല ദേശം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളൊക്കെ നിവൃത്തിയാക്കി. അവിടെ അടക്കി അവരവിടെ പാർത്തു, സ്വസ്ഥതയോടുകൂടി പാർത്തു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ ഉപേക്ഷിക്കുകയും വിഗ്രഹങ്ങളുടെ പിന്നാലെ പോവുകയും ചെയ്തപ്പോൾ ദൈവത്തെ ചിതറിച്ചു കളഞ്ഞു. 12 ഗോത്രങ്ങളായിരിക്കുന്നവർ 2 ഗോത്രങ്ങളായി 2 സ്ഥലത്ത് അടിമകളായി പോയി. ഇതെല്ലാം നമ്മൾ ചരിത്രം കണ്ടു. അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനത്തിലെ 3ാമത്തെ വാഗ്ദാനം എന്ന് പറയുന്നത് ആത്മീക സന്തതി. നിന്റെ സന്തതി മുഖാന്തരം ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന ഒരു കാര്യം ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അപ്പം നിന്നിലൊരു സന്തതി വരുന്നു. നിന്റെ സന്തതി പരമ്പരകളിലൂടെ കടന്നു വരുന്നൊരു വ്യക്തിയിലൂടെ ഭൂമിയിൽ ഒരു വലിയ ആത്മീക അനുഗ്രഹം വരാൻ പോവുകയാണ്. അപ്പം ആദ്യത്തെ 2 ഭാഗങ്ങൾ നിവൃത്തിയായി. മഹാജാതിയാക്കും, ദേശം നൽകും. അത് 2 ഘടകങ്ങളും നിവൃത്തിയായി. അതെല്ലാം വാസ്തവത്തിൽ ക്രമീകരിക്കപ്പെട്ടത് ഈ ഒരു വാഗ്ദാനത്തിന് വേണ്ടിയാണ്. മശിഹ എന്ന സന്തതിയെ, വാഗ്ദത്ത സന്തതിയെ, രക്ഷകനായ സന്തതിയെ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുന്നതിനായിട്ട് ദൈവം ഒരുക്കിയെടുത്ത ജനതയായിരുന്നു ഇസ്രായേൽ. അതാണ് ആ വാഗ്ദാനത്തിലെ പ്രധാനപ്പെട്ട ആത്മീകമായ അനുഗ്രഹം. ബാക്കിയെല്ലാം ഭൗതികമാണ്. ഒരു മഹാജാതിയാക്കുമെന്ന് പറഞ്ഞതും ഈ ദേശമെന്ന് പറഞ്ഞതും ഒക്കെ ഭൗതികമാണ്. പക്ഷെ അതിലെ ആത്മീക ഘടകം ഇതാണ്. നിന്റെ സന്തതി, അബ്രഹാമിൻ്റെ സന്തതി, ആ സന്തതി മുഖാന്തരം ഭൂമിക്ക് വരാൻ പോകുന്ന ആത്മീക അനുഗ്രഹം. ഭൗതിക അനുഗ്രഹമല്ല, ആത്മീക അനുഗ്രഹം. ഇത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ടു നമ്മൾ കണ്ടു. ഏദൻ തോട്ടത്തിൽ വെച്ചാണ് ഇതിൻ്റെ വാഗ്ദാനം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം പ്രസിദ്ധമായിട്ടുള്ള ആദ്യത്തെ ആ വാഗ്ദാനത്തിൻ്റെ പരാമർശം. ഉൽപ്പത്തി 3:15 ദൈവം ആദാമിനെയും ഹവ്വയെയും പിശാചിനെയും ഒക്കെ വിളിച്ച് വിസ്തരിക്കുമ്പോൾ അവർ ചെയ്ത് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരോട് ചോദ്യം ചെയ്യുമ്പോൾ ശത്രുവായ പിശാചിനോടൊരു കാര്യം ദൈവം പറഞ്ഞു, നീ സന്തോഷിക്കണ്ട. ഇപ്പോൾ ഇവർ 2 പേരെയും നിന്റെ കൈപ്പിടിയിൽ കിട്ടി. അതോടുകൂടി മനുഷ്യകുലത്തെ നിന്റെ കയ്യിൽ ഒതുക്കാമെന്ന് വിചാരിക്കുന്നു. നടക്കില്ല. കാരണം ഞാൻ നിനക്കും സ്ത്രീക്കും, അതായത് മനുഷ്യവർഗം, സ്ത്രീ റെപ്രസെൻ്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്ന മനുഷ്യകുലത്തെ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതി, അതായത് നിന്റെ സന്തതി, നിന്റെ പാരമ്പര്യം, പൈശാചിക സൈന്യം, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും. നിരന്തര പോരാട്ടം ഭൂമുഖത്തുണ്ടാകും. അന്ധകാര ശക്തിയും ദൈവം മനുഷ്യരും തമ്മിൽ പോരാട്ടമുണ്ടാക്കും. അവൻ നിന്റെ തലക്ക്. അപ്പോൾ അവൻ വരുന്നു, ഒരു സന്തതി വരുന്നു, ഒരു വ്യക്തി വരുന്നു, സ്ത്രീയുടെ സന്തതിയായി, സ്ത്രീയിൽ നിന്ന് ജനിച്ചൊരു സന്തതി വരുന്നു. അവൻ നിന്റെ തലയെ തകർക്കും. നിന്റെ ആധിപത്യം, അധികാരം എല്ലാം തകർക്കുന്നൊരു വ്യക്തി വരുന്നു. പക്ഷെ ആ ശ്രമത്തിൽ നീ അവൻ്റെ കുതികാൽ തകർക്കും. അവന് ചില മുറിവുകൾ ഏൽക്കും. ഇതാണ് ആദ്യത്തെ വാഗ്ദാനം. അത് വ്യക്തമായിട്ട് ദൈവം വരാൻ പോകുന്ന സന്തതിയെക്കുറിച്ച് സൂചന നൽകി. അതാദ്യം വാഗ്ദാനമായിരുന്നു. 15-ാം വാക്യം വരാൻ പോകുന്ന വലിയ സന്തതിയെക്കുറിച്ച് വാഗ്ദാനം ചെയ്തു. പക്ഷേ
21-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവകൽപ്പന ലംഘിച്ചവർ, ആത്മീക ചൈതന്യം നഷ്ടപ്പെട്ടവർ, ആത്മീക സംരക്ഷണം നഷ്ടപ്പെട്ടവർ ദേഹചിന്തകളിലേക്ക് വരികയും നാണം തോന്നുകയും ചെയ്തു. അത് മൂടി വെക്കേണ്ട ഒരു ആവശ്യം അവർക്ക് തോന്നി. അവരത് അത്തിയിലകൾ എടുത്തുകൊണ്ട് ഒരു വസ്ത്രം അവരെടുത്ത് അണിഞ്ഞുവെങ്കിലും അതുകൊണ്ട് അവരുടെ നാണം മറിഞ്ഞില്ല. പക്ഷെ ദൈവം അതിന് പകരം മൃഗത്തിൻ്റെ തുകല് കൊണ്ട് അവരുടെ നഗ്നത മറിച്ചു. അത് 21-ാമത്തെ വാക്യം നമ്മൾ കണ്ടു. യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. തോൽ ഉണ്ടാകണമെങ്കിൽ മൃഗം കൊല്ലപ്പെടണം. മൃഗം കൊല്ലപ്പെടുമ്പോൾ രക്തം ചൊരിയപ്പെടണം. ഇപ്പം രക്തം ചൊരിഞ്ഞുകൊണ്ടുള്ള ഒരു വസ്ത്രമാണ് ഇവരെ നഗ്നത, പാപത്താൽ വന്ന നഗ്നത മറയ്ക്കാൻ ഉപയോഗിച്ചത്. അത് വീണ്ടെടുപ്പിൻ്റെ ഒരു ചിത്രമാണ്. ആദ്യം വീണ്ടെടുപ്പ് ഒരു വാഗ്ദാനമായിരുന്നെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ ഒരു ചിത്രം അവിടെ കൊടുത്തു. തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 7 വരെ ജലപ്രളയത്തെ കടന്നു വരുന്നതായ ഈ സന്തതി വാഗ്ദാനത്തെ കാണും. ഇപ്പം പർദീസ അടയ്ക്കപ്പെട്ടു. പർദീസയ്ക്ക് ദൈവം കാവൽ വെച്ചു. മനുഷ്യനെ പുറത്തേക്ക് ഇറക്കി വിട്ട് അവൻ്റെ സന്തതി പരമ്പരയിൽ നിന്നാണ് പിന്നീട് അബ്രഹാം വരുന്നത്. അപ്പം അബ്രഹാം വരുന്നത് വരെ ഭൂമിയിൽ വെള്ളം കൊണ്ട് നിറഞ്ഞു, അനവധി വെള്ളങ്ങൾ ഒഴുകി, ഒരു പ്രളയം തന്നെ ഉണ്ടായി. അപ്പോൾ ഏദൻ തോട്ടത്തിൻ്റെ വാതിലടച്ച ദൈവം അവിടുന്ന് മനുഷ്യനെ പുറത്തിറക്കി വിട്ടു. അവിടെ അവന് താമസിക്കുവാൻ, പർദീസയിൽ താമസിക്കാൻ അവന് യോഗ്യനല്ല. അവനെ പുറത്തിറക്കി. അങ്ങനെ അലിഞ്ഞെരിഞ്ഞ മനുഷ്യൻ ആദാം ഹവ്വയും അവരുടെ മക്കളും, ഹാബേല്, കയീൻ ഹാബേലിനെ കൊന്നു, ഹാബേലിന് പകരം സേത്ത്, അങ്ങനെ തുടങ്ങിയ സന്തതികൾ പെരുകുകയാണ്. അവസാനം അബ്രഹാമിലെത്തുമ്പോൾ ഭൂമി മുഴുവൻ ഇങ്ങനെ ഇവരെ കൊണ്ട് ഇങ്ങനെ നിറയുന്ന അവസ്ഥ. അവിടെയാണ് മനുഷ്യൻ ദുഷ്ടത വലുതായിട്ട് ദൈവം കണ്ടതും അവൻ്റെ ഹൃദയ വിചാരങ്ങൾ പോലും തിന്മ കൊണ്ട് നിറഞ്ഞത് കണ്ടതും ദൈവം ഭൂമിയെ മുഴുവൻ നശിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഒരു വ്യക്തി ഒഴികെ, നോഹ എന്ന വ്യക്തി ഒഴികെ ഭൂമിയിലുള്ള സകല മനുഷ്യരെയും ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ആ കൃപ ലഭിക്കാൻ തക്ക വിധത്തിൽ നോഹ ജീവിച്ചു. സാഹചര്യം അനുസരിച്ചല്ല ഒരാൾ ഭക്തനാകുന്നത്. സാഹചര്യങ്ങൾ ഒരിക്കൽ നോഹയ്ക്ക് അനുകൂലമല്ല. പക്ഷെ ദൈവത്തെ ഭയപ്പെടാനും സ്നേഹിക്കാനും അനുസരിപ്പാനും നോഹയ്ക്ക് സാധിച്ചു. ദൈവം നോഹയെ കൊണ്ട് മനഃപൂർവ്വം ചെയ്യിപ്പിക്കുന്നതല്ല. നോഹയ്ക്ക് സാധിച്ചു അങ്ങനെ ജീവിക്കാൻ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കാൻ. അങ്ങനെ ദൈവം നോഹ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ സംരക്ഷിച്ചു. മനുഷ്യകുലത്തെ സംരക്ഷിക്കുമ്പോൾ മറക്കരുത്, വാഗ്ദത്ത സന്തതിയും സംരക്ഷിക്കപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, നിന്റെ സന്തതി എന്ന ദൈവം സംസാരിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതി, ആ സ്ത്രീയുടെ സന്തതിയായ മനുഷ്യകുലത്തിൽ നിന്ന് ഒരു സന്തതി വരാനിരിക്കുന്നു. അപ്പം മനുഷ്യകുലം സംരക്ഷിക്കപ്പെടണം. നോഹയുടെ കാലത്ത് ജലപ്രളയം കൊണ്ട് ഭൂമി മുഴുവൻ തുടച്ചു മാറ്റുമ്പോഴും ഒരു കുടുംബം മാത്രം അവശേഷിച്ചു. അവരിലൂടെ സന്തതി പെരുകണം, സന്തതി വീണ്ടും ആരംഭിക്കണം. ആ സന്തതി വംശാവലി അവിടെ തുടരണം. അങ്ങനെയാണ് നോഹയുടെ മകനായ ഷേമിലൂടെയാണ് അബ്രഹാമിൻ്റെ ജനനം വരുന്നത്. അബ്രഹാം ഷേമിൻ്റെ വംശാവലിയിൽപ്പെട്ടതാണ്. ആ സന്തതി പരമ്പര സംരക്ഷിക്കപ്പെടുകയാണ്. ഇപ്പം നോഹ സംരക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നോഹയ്ക്കും ഒരിക്കലും ദൈവമുമ്പിൽ രക്ഷയില്ല. സന്തതി പരമ്പരകൾ നിലനിൽക്കില്ല. വാഗ്ദത്ത സന്തതി ഭൂമിയിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. ഇവിടെ നമ്മൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നു, ദൈവം തൻ്റെ വാഗ്ദാനം നിവർത്തിക്കാൻ ചരിത്രത്തെ ദൈവം നിയന്ത്രിക്കുകയാണ്. ആ വാഗ്ദത്ത സന്തതി ഭൂമിയിൽ ആവിർഭവിച്ചില്ല എങ്കിൽ നോഹയ്ക്ക് പോലും നീതീകരണം ഉണ്ടാകില്ല. പഴയമതിൽ ഒരു മനുഷ്യർക്കും നീതീകരണം ഉണ്ടാകില്ല. ദൈവം ഒരു മനുഷ്യരോടും കടപ്പെടുന്നില്ല. ഒരു മനുഷ്യരും ദൈവത്തെ സഹായിക്കുകയല്ല. ദൈവമാണ് മനുഷ്യനെ സഹായിക്കുന്നത്. കാരണം എല്ലാവരും പാപം ചെയ്ത് ദൈവം മുമ്പിൽ വീണുപോയവരാണ്. അപ്പൊ ഈ സന്തതി പരമ്പര ദൈവം സംരക്ഷിച്ചു. വാഗ്ദത്ത സന്തതി വരണം ഭൂമിയിലേക്ക്. ആ വാഗ്ദത്ത സന്തതിയിലൂടെയാണ് എല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടത്. എബ്രായർക്കെതിരെ ലേഖനത്തിൻ്റെ 11-ാം അധ്യായം 39-40 വാക്യങ്ങളിൽ, എബ്രായർക്കെതിരെ ലേഖനം 11-ാം അധ്യായം വിശുദ്ധന്മാരെ കുറിച്ചുള്ളതാണ്, വിശ്വാസ വീരന്മാരെ കുറിച്ചുള്ളതാണ്. വിശ്വാസത്തിൽ അവസാനം വരെ പിടിച്ചു നിന്ന ഓട്ടമോടി തികച്ച വിശ്വാസ വീരന്മാരെ കുറിച്ചാണ്. പലരുടെ പേരുകൾ അവിടെ കാണും. അനേകരുടെ പേര്, അതൊക്കെ നമ്മൾ പുറകോട്ട് പോകാൻ സമയമില്ല. ഹാബേൽ തുടങ്ങി, അബ്രഹാം തുടങ്ങി, ഇസ്ഹാക്ക്, യാക്കോബ്,
തുടങ്ങിയ ഒരു വലിയ നിര നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ജോസഫും മോശയും രാഹാബും അങ്ങനെയുള്ള ദാനിയേൽ തുടങ്ങിയ എല്ലാവരുടെ പേരുകളെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു അവസാനത്തോളം പിടിച്ചു നിന്ന് നേരിട്ട പ്രതികൂലങ്ങളെ മറികടന്നു ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് പിടിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം 39-40 വാക്യങ്ങൾ എബ്രായർ 11. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അവിടെയെല്ലാം ജീവിതം ഭൂമിയിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കാലഘട്ടത്തിൽ ആ നിയമ സംവിധാനത്തിൻ്റെ കീഴിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവർ ജീവിതം ജീവിച്ച് ഓടി തീർത്തുവെങ്കിലും അവർ വിശ്വാസ പൂർത്തി പ്രാപിച്ചില്ല. വിശ്വാസം വാഗ്ദത്ത നിവർത്തി, വാഗ്ദാനം ചെയ്യപ്പെട്ടതിൻ്റെ പൂർണ്ണത പ്രാപിച്ചില്ല അവർ. അതായത് പഴയമ വിശുദ്ധന്മാർ, നമ്മെ കൂടാതെ പുതിയമ വിശ്വാസികളാണ് നമ്മൾ. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കും. ഇപ്പൊ പുതിയ നിയമ വിശ്വാസികൾ അനുഭവിക്കുന്ന ഈ വാഗ്ദത്ത നിവർത്തി, ദൈവം വാഗ്ദാനം ചെയ്തതിൻ്റെ നിവർത്തി ഈ പഴയമ വിശ്വാസികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മെ കൂടാതെ അവർ പൂർണ്ണരല്ല. അവരാണ് വാസ്തവത്തിൽ വേര്, പക്ഷെ മുകളിലുള്ള കൊമ്പുകൾ നമ്മളാണ്, ക്രിസ്തുവിൽ ചേർക്കപ്പെട്ടവർ. അപ്പം ഇത് വളരെ പ്രധാനമായ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇവർ ദൂരെ നിന്ന് അത് കണ്ടു, അവരെ അനുഭവിച്ചിട്ടില്ല, വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചിട്ടില്ല. പക്ഷെ അവർ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു എന്ന് 13 വാക്യം പറയും ഇതേ അധ്യായത്തിൽ. അവർ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. ദൈവം വാഗ്ദാനം ചെയ്ത ആ പാപമോചനമോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർ പ്രാപിച്ചിട്ട്, കാരണം ക്രിസ്തു വന്നിട്ടില്ല. ഒരു നിഴലാണ് പിതാക്കളുടെ കാലം, മോശയുടെ കാലം. ആ കാലഘട്ടത്തിൽ ദൈവത്തിൽ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, കൽപ്പനകൾ അനുസരിച്ച് വിശ്വസ്തയോടെ ഓട്ടമോടി തികച്ചു അവർ. പക്ഷെ വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ ആഗമനത്തിന് ശേഷമാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എബ്രായ ലേഖനത്തിൽ തന്നെ 9-15 വാക്യം അത് വെളിപ്പെടുത്തും. എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്, ഇവരെങ്ങനെയാണ് വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചത്. എബ്രായ ലേഖനം 9:15 പറയുന്നത്, ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്ന് വിങ്കിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിൻ്റെ വാഗ്ദത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനാണ്. ഇപ്പൊ കർത്താവ് യേശു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ഈ പഴയ നിയമ കാലത്ത് ജീവിച്ച വിശ്വാസ വീരന്മാരായിരിക്കുന്നവർ, അവരുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടുകയാണ്. അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു. കാരണം ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ അനുഗ്രഹം പിന്നിലേക്ക് സംഭവിക്കും, മുന്നിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഇന്നും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപമോചനം ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ ഫലമാണ്, അനുഗ്രഹമാണ്. പക്ഷെ അത് നമുക്ക് മാത്രമല്ല. ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ രക്തത്തിൻ്റെ അനുഗ്രഹം പിന്നിലേക്ക് സംഭവിക്കുകയാണ്, പിന്നിലേക്ക് പ്രവർത്തിക്കുകയാണ്. ആദാം മുതൽ പാപം ചെയ്ത മനുഷ്യർ, എല്ലാ മനുഷ്യരുമല്ല, ദൈവമുമ്പിൽ വിശ്വസ്തരായി ദൈവകൽപ്പനകളോട് ദൈവപ്രമാണങ്ങളോട് വിശ്വസ്തരായി നിന്ന സകല മനുഷ്യരും അവരുടെ പാപങ്ങൾ മറച്ചു വയ്ക്കുക മാത്രമാണ് ചെയ്ത്, പാപം പരിഹരിക്കപ്പെട്ടിട്ടില്ല. മൃഗയാഗങ്ങൾ അർപ്പിക്കുമ്പോഴും അവർ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴുമൊക്കെ പാപം അവിടെ നിൽക്കുന്നുണ്ട്. മൃഗയാഗങ്ങൾക്ക് പാപങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല എന്ന് എബ്രായർ 10-ാം 4 വാക്യം കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. പക്ഷെ അവരത് നിർവഹിക്കണം. അനുസരണത്തോടെ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ പാപം മാറില്ല. പാപം മാറുന്നത് ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന നിമിഷം മാത്രമാണ്. അതുകൊണ്ടാണ് ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി, പഴയ കാലത്തുള്ള മനുഷ്യരുടെ ലംഘനങ്ങൾ, പാപത്തിൻ്റെ ആ അവസ്ഥകളിൽ നിന്ന് അവർ വീണ്ടെടുക്കപ്പെടാനായിട്ടാണ്. അപ്പൊ ക്രിസ്തുവിൻ്റെ മരണം എല്ലാ കാലത്തേക്കുമുള്ള ഏക രക്ഷയുടെ മാർഗമാണ്. എല്ലാ 10 വർഷം 100 വർഷം 1000 വർഷം കൂടുമ്പോൾ ക്രിസ്തു വന്ന് മരിക്കേണ്ട കാര്യമില്ല. ആ ഏക മരണത്താൽ എന്നേക്കുമായി വീണ്ടെടുപ്പ് സാധിക്കുകയാണ്. ഇതാണ് എബ്രായത്തിലെ വിഷയം തന്നെ. ഒരിക്കലായിട്ട് മരണം സംഭവിച്ചു. ഈ മരണത്തിലെ നിഴലായിരുന്നു മൃഗങ്ങളല്ല, മൃഗയാഗങ്ങളല്ല. ഇപ്പൊ ദൈവം മനുഷ്യർക്ക് രക്ഷയൊരുക്കി. അതുകൊണ്ടാണ് നോഹ ഉൾപ്പെടെ രക്ഷിക്കപ്പെടണമെങ്കിൽ ആ വാഗ്ദത്ത സന്തതി ഭൂമിയിൽ കടന്നു വന്നേ പറ്റും. ഈ വിശ്വാസ വീരന്മാരുടെയൊക്കെ രക്ഷയുടെ അടിസ്ഥാനം ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗമാണ്. അതിലൂടെയാണ് ഒരു വാഗ്ദത്ത നിവർത്തി പ്രാപിക്കുന്നത്. അതുവരെ ഒരു ദൂരത്തു നിന്ന് കണ്ട് അഭിവന്ദിച്ച് സന്തോഷിച്ചു. ഈ വലിയ സംഘത്തിലേക്ക് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടല്ലോ എന്ന് സന്തോഷിച്ച് ദൂരെ നിന്ന് കണ്ടു, പ്രത്യാശയോടെ മരിച്ചു.
പക്ഷെ അതിൻ്റെ പൂർണ്ണത അവർക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലെ യാഗത്തിലൂടെയാണ്. റോമലേഖനം 11:31 വാക്യത്തിൽ ഈ ചിന്തകളാണ് പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത്, ഇങ്ങനെ സംസാരിപ്പിച്ചത്. റോമർ 11:33 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ കേൾക്കാം. പൗലോസ് പറയുന്നത് ഇങ്ങനെ വളരെ അത്ഭുതം കൂറിക്കൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. പറയുന്നത്, ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാണ്. 36, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നുവല്ലോ, അവൻ എന്നേക്കും മഹത്വമാമേ. ഇപ്പൊ ദൈവത്തിൻ്റെ ജ്ഞാനവും അറിവും, ദൈവത്തിൻ്റെ വഴികൾ എത്ര വലുതാണ്. ഇപ്പൊ ദൈവം മനുഷ്യകുലത്തിലൊരിക്കൽ രക്ഷ. ഇതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവം 15-ാം വാക്യത്തിൽ അവിടെ ഏദൻ തോട്ടത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു. സ്ത്രീയുടെ സന്തതി സകല മനുഷ്യരും രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന, അനുഗ്രഹം കൊണ്ടുവരുന്ന അനുഗ്രഹ സന്തതി, സ്ത്രീയുടെ സന്തതി, അബ്രഹാമിൻ്റെ സന്തതി, പിന്നീട് ദാവീദിൻ്റെ സന്തതി എന്നൊക്കെ പറയപ്പെടുന്ന വ്യക്തി. അപ്പൊ ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇത് പരാമർശനം, വീണ്ടെടുപ്പ്, മനുഷ്യന്റെ വീണ്ടെടുപ്പ്. അത് പഴയ കാലത്തുള്ള മനുഷ്യനാകാം, ഇന്ന് സുവിശേഷം കേൾക്കുന്ന മനുഷ്യനാകാം. നിയമങ്ങൾ പലതാണ്. പിതാക്കന്മാരുടെ കാലത്തുള്ള നിയമം വേറെ, ന്യായപ്രമാണ കാലത്തുള്ള നിയമം വേറെ, ക്രിസ്ത്യ കാലത്തുള്ള നിയമം വേറെ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്ന നിയമങ്ങൾ അനുസരിക്കണം. അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസം. എല്ലാ നിയമത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ അത് വളരെ വ്യക്തമാണ്. ഇനി അബ്രഹാമിനെ നമുക്ക് നോക്കുമ്പോൾ ഉൽപ്പത്തി 12:3 ഈ അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നു. അബ്രഹാം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെടുന്നതിന് വിഗ്രഹാരാധിയായി. തൻ്റെ കുടുംബം വിഗ്രഹാരാധന മുഴുകിക്കിടന്ന കുടുംബമാണ്. അവിടെ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു ഉൽപ്പത്തി 12:3, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ അതായത് നിന്റെ സന്തതി പരമ്പരകളിലൂടെ വരാൻ പോകുന്ന ഒരു വ്യക്തിയിലൂടെ നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നീ ഒരു അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാകുന്ന വ്യക്തിയാണ്. അതാണ് അവിടെ അബ്രഹാമിനോട് പറയുന്നത്. ഇപ്പോൾ നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അബ്രഹാം ഒരു അനുഗ്രഹിക്കപ്പെട്ട കഥാപാത്രമാണ്. അപ്പം പെട്ടകം ഭൂമിയിൽ ഉറച്ചു. ഭൂമി ഒരു തരത്തിൽ സ്നാനമേറ്റു. ഭൂമിയെ ദൈവം കഴുകി വെടിപ്പാക്കി. ഭൂമിയെ കഴുകി വെടിപ്പാക്കിയിട്ട് വീണ്ടും ഭൂമിയിൽ വംശങ്ങൾ പെരുകാൻ തുടങ്ങി. ഉൽപ്പത്തി 11-ാം അധ്യായത്തിൽ 10 തലമുറകളുടെ പേരുകൾ കാണാം. അതിൽ നോഹയുടെ മകനായ ഷേമിലൂടെയാണ് അബ്രഹാമിൻ്റെ ഉത്ഭവം വരുന്നത്. അബ്രഹാമിനോട് ദൈവം വാഗ്ദാനം ചെയ്തത്. അപ്പോൾ നമുക്ക് വ്യക്തമായി ഇവിടെ കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 12 അധ്യായങ്ങൾ ആ വംശാവലി എങ്ങനെയാണ് ഭൂമിയിൽ വീണ്ടും ആരംഭിച്ചത് എന്ന് വ്യക്തമായി കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ അബ്രഹാം, പിന്നെ അബ്രഹാമിൻ്റെ തലമുറകൾ, ഉൽപ്പത്തി പുസ്തകത്തിലെ വാഗ്ദാനം മറക്കരുത്. അത് അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞു. ആ വാഗ്ദാനത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുള്ള വാഗ്ദാനം ആത്മീക സന്തതിയുടെ വാഗ്ദാനം. ഈ സന്തതിയുടെ വാഗ്ദാനം പിന്നീട് അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിനും അത് വീണ്ടും ഓർമ്മപ്പെടുത്തി കൊടുക്കും. ദൈവം മറക്കുന്നില്ല ഈ വാഗ്ദാനം. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ട് തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് ഇവിടെ സന്തോഷത്തിൻ്റെ പറഞ്ഞിട്ട് മറന്നു കളയുന്നില്ല. ദൈവം അത് മറക്കുന്നില്ല. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 26-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ ഇസഹാക്കിനോട് ദൈവം ഈ വാഗ്ദാനം ഓർമ്മിപ്പിക്കും. അപ്പം ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും നിർണ്ണയിക്കുന്നത് ദൈവ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എന്തിന് ജീവിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിക്കുന്നവരാണ് മിക്കവരും. ഓരോ ദിവസവും ജീവിതത്തിന് ലക്ഷ്യമില്ല. ജീവിതം നടത്തുന്ന പോലെ അങ്ങ് പോവുകയാണ്. എന്തിനാണ് ജീവിക്കുന്നത്? വ്യക്തമായൊരു ഉദ്ദേശമാണ്. ദൈവമക്കളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിറവേറാൻ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി, ആത്മീയമായി വളരാൻ, സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കാൻ, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിചാരം കൊണ്ട് നിറയാൻ, ദൈവത്തിൻ്റെ ജ്ഞാനവും വിവേകവും പ്രാപിപ്പാൻ, ഇങ്ങനെ ലക്ഷ്യങ്ങളുണ്ട് ജീവിതത്തിൽ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ യാക്കോബിനോട് പറയുന്നത് ഇങ്ങനെയാണ്. ഉൽപ്പത്തി 26 3-4 വാക്യങ്ങളിൽ, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. ശ്രദ്ധിക്കുക, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. തലമുറകൾ കഴിഞ്ഞിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞ സത്യം ഞാൻ നിവർത്തിക്കും. അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട് ഞാൻ നിന്റെ സന്തതിയെ ആകാശ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിച്ച് നിന്റെ സന്തതിക്ക് ദേശമൊക്കെയും കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അബ്രഹാമിനോട് പറഞ്ഞ അതേ വാഗ്ദാനം 5-ാം വാക്യം ഉൽപ്പത്തി 26. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദാനം ഉണ്ടെന്നുള്ള ഒരു വ്യക്തി ഇങ്ങനെ അലങ്കോലമായ ആരുമില്ല, ആരോട് കണക്ക് കൊടുക്കാതെ ഉത്തരവാദിത്തമില്ല ജീവിക്കാൻ പാടില്ല. അവിടെ വ്യക്തമായി പറയും, അബ്രഹാം എൻ്റെ വാക്ക് കേട്ട് എൻ്റെ നിയോഗം
അതാണ് നമ്മുടെ ജീവിത ഉദ്ദേശം. എൻ്റെ നിയോഗവും കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണങ്ങളും ആചരിച്ചതുകൊണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ജീവിച്ചാലും ദൈവം എന്നിൽ തൻ്റെ പദ്ധതി നടപ്പാക്കിക്കൊള്ളുന്ന ദുരുപദേശങ്ങളുണ്ട് ഈ ലോകത്തിൽ. അതല്ല ഇവിടെ പറയുന്നത്. ദൈവമക്കൾ, ദൈവത്തിൻ്റെ വിളി കേട്ടവർ, വിളി സ്വീകരിച്ചവർ ജീവിക്കേണ്ട ഒരു ജീവിതമുണ്ട്. അത് അബ്രഹാം ജീവിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് അവൻ്റെ മകനായ ഇസാക്കിനോട് ഇത് പറഞ്ഞത്. ഇനി ഇസാക്കിൻ്റെ മകനായ യാക്കോബിനോട് പറയുന്നത് കേൾക്കാം. ഉൽപ്പത്തി ദിവസം 28-ാം അധ്യായം, ഉൽപ്പത്തി 28-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വായിച്ച് കേൾക്കാം. എന്നാൽ യാക്കോബ് ബേർഷേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപ്പാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിൽ കൂടെ ഇറങ്ങുകയും കയറുകയും ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീത് യഹോവ നിന്ന് അരുളി ചെയ്തത്, ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് തരും, നിന്റെ സന്തതിക്കും തരും. നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെ ആകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും. ശ്രദ്ധിക്കുക, നീ മുഖാന്തരം നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അതേ വാഗ്ദാനം. നീ മുഖാന്തരം, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പുതിയ നിയമത്തിൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 1:51, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു നഥാനിയനോട് സംസാരിക്കുമ്പോൾ, നഥാനിയൽ വളരെ അത്ഭുതപ്പെട്ടു, നീ ഇസ്രായേലിന്റെ രാജാവാണ്, ദൈവപുത്രൻ എന്നൊക്കെ വിസ്മയം കൊണ്ട് നിൽക്കുന്ന സമയത്ത് കാരണം ക്രിസ്തു അവനോട് പറഞ്ഞു, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടതാണ്. നേരിട്ട് വരുമ്പോൾ കണ്ടിട്ടില്ല. എന്നിട്ടും ക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തി, നീ നിന്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ അത്തിയുടെ ചുവട്ടിൽ, ഇസ്രായേലിന്റെ വരാനിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ചൊക്കെ ഭാരപ്പെട്ടിരിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ്. ഇത് പറഞ്ഞപ്പോൾ നഥാനിയേലിന് മനസ്സിലായി താൻ നിൽക്കുന്ന ആരുടെ മുമ്പിലാണ്. അപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടാണ് നീ വിശ്വസിക്കുന്നത്, നീ ഇതിലും വലുത് കാണുന്നതൊക്കെ പറഞ്ഞിട്ടാണ് 51-ാം വാക്യം യോഹന്നാൻ 1, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും. അപ്പോൾ നഥാനിയേലോട് മാത്രമല്ല, നഥാനിയേൽ മുമ്പിൽ നിൽക്കുമ്പോൾ ബാക്കി അപ്പോസ്തലന്മാരോടും കൂടെ, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. ഒന്നുകൂടെ വായിക്കാം. ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ 1:21 പറഞ്ഞത് യാക്കോബിനോട് പറഞ്ഞ അതേ ദർശനത്തിലെ വാക്കുകളാണ്. ഇവിടെ യാക്കോബ് കണ്ടത് എന്താണ്? ഉറങ്ങുമ്പോൾ ഒരു കല്ല് തലയണയെ അടുത്ത് വെച്ച് ഉറങ്ങുമ്പോൾ രാത്രി എന്താ കണ്ടത്? ആ വലിയ കോവണിയും ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കോവണി. അത് വ്യക്തമാക്കുന്നത് യാക്കോബ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ദൈവം ഈ ദൗത്യം ഓർമ്മിപ്പിക്കുന്നത്. നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാണ് ഞാൻ. നിന്റെ പിതാവായ അബ്രഹാമിന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശം നിനക്ക് കൊടുക്കും. നിന്റെ സന്തതി മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദാനം ഉറപ്പിച്ചു കൊടുത്തത് ഈ ദർശനത്തിന് ശേഷമാണ്. ആ ദർശനത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞത്, നിങ്ങൾ കാണും മനുഷ്യപുത്രൻ, കാരണം തൻ്റെ അടുക്കൽ ദൈവന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത് നിങ്ങൾ എന്നെക്കുറിച്ച് കാണും. നഥാനിയേലിനെ കുറിച്ചൊരു വലിയ കാര്യം, നഥാനിയേൽ എവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തതല്ല വലിയ കാര്യം. നിങ്ങൾ എൻ്റെ കൂടെ നടന്നാൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണ്? മനുഷ്യപുത്രനായ കർത്താവ് യേശുവിൻ്റെ അടുക്കൽ കൂടെ നടക്കുന്നവർക്ക് കാണാൻ കഴിയുന്ന എന്താണ് എന്ന് അവർ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു വിധത്തിൽ ക്രിസ്തു പറയും, ഞാനാണ് ആ വാഗ്ദത്ത സന്തതി. യാക്കോബ് ദർശനത്തിൽ കണ്ട കോവണി, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്, ആ കോവണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്ത് നിങ്ങൾ കണ്ടു. അത് യാക്കോബ് കണ്ടു. അതേ കാര്യം ഇവിടെ ഉപയോഗിക്കുകയാണ് ക്രിസ്തു. ക്രിസ്തു ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ കൃപ ഭൂമിയിലേക്ക് കടന്നു വരാൻ, മനുഷ്യർക്ക് ദൈവത്തിൻ്റെ അടുക്കൽ കയറി ചെല്ലാൻ ദൈവം വെച്ചിരിക്കുന്ന മാർഗം അത് കൃത്യമായി കാണിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനാണ് ആ കോവണി, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള കോവണി. എന്നിലൂടെയാണ് മനുഷ്യർ ദൈവത്തിൻ്റെ അടുക്കൽ പ്രവേശിക്കാൻ പോകുന്നത്. എന്നിലൂടെയാണ് ദൈവം മനുഷ്യരുടെ നടുവിൽ ഇറങ്ങി വരാൻ പോകുന്നത്, ഇടപെടാൻ പോകുന്നത്. അത് വളരെ വ്യക്തമായി എന്ന് പറഞ്ഞാൽ യാക്കോബ് കണ്ട കോവണിയിൽ ആ കോവണിയാണ് ഞാൻ, വാഗ്ദത്ത സന്തതിയാണ് ഞാൻ, അബ്രഹാമിൻ്റെ സന്തതിയാണ് ഞാൻ, ഇസ്ഹാക്കിനോട് പറഞ്ഞ സന്തതിയാണ് ഞാൻ എന്ന് ക്രിസ്തു വ്യക്തമായി പറയുകയാണ്. യോഹന്നാൻ 14:6 ക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ. അപ്പോൾ ദൈവത്തിന് മനുഷ്യർക്ക് മധ്യത്തിൽ നിൽക്കുന്ന ആ കോവണി, ദൈവത്തിന് മനുഷ്യരുടെ അടുക്കിലേക്ക് ഇറങ്ങാനും മനുഷ്യർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കയറാനും ഉള്ള കോവണിയാണ് ക്രിസ്തു. ഇപ്പോൾ ക്രിസ്തുവിൽ അത് നിവർത്തിയാവുകയാണ്.
ക്രിസ്തുവിലെ നിവൃത്തിയാണ്. ആ കോവണി ക്രിസ്തുവാണ്. അതിനെ മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി വന്ന ആ കോവണി. അത് രണ്ട് കാര്യങ്ങൾ സുപ്രധാനമായി ക്രിസ്തുവിന് ചെയ്യാനുണ്ട്. രണ്ട് ദൗത്യങ്ങളുണ്ട്. ഒന്നാമത്തെ ദൗത്യം ക്രിസ്തു പ്രവാചകനാണ്. ക്രിസ്തു പ്രവാചകൻ. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ കോമഡിയിലൂടെയാണ് ദൈവം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കാര്യം നമ്മോട് പറയുന്നത്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ ഒരു പ്രവാചകന്റെ ദൗത്യം എന്താണ്, പ്രവാചകൻ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു വേദഭാഗം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 16 വരെ. അപ്പോൾ അവിടെ ആദ്യം അതിൻ്റെ 15-16 മാത്രം വാക്യങ്ങൾ മാത്രം വായിക്കാൻ. അതിൻ്റെ തൊട്ട് പിന്നുള്ള പശ്ചാത്തലം ഇതാണ്. ദൈവം മോശയെ വിളിക്കുന്നു, എനിക്ക് വേണ്ടി നീ പോകണം, അടിമത്തത്തിൽ കിടക്കുന്ന ജനങ്ങളെ വിടുവിക്കാൻ പോകണം. ഇപ്പോൾ മോശ ആകുമ്പോൾ തർക്കുത്തരം പറയാൻ തുടങ്ങും. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, ഞാൻ വാക്സാമർത്ഥ്യമില്ല, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. അപ്പോൾ ദൈവം ചോദിക്കും, വഴക്ക് പറയും മോശ. ദൈവം കോപിക്കും ഈ മോശ ഇങ്ങനെ തടസ്സം പറയുമ്പോൾ. മനുഷ്യന് വാ കൊടുത്തതാര്? ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളതിനെയും കുരുടനെയും ഉണ്ടാക്കിയതാർ? യഹോവേ ഞാനല്ലയോ? ആകെ നീ ചെല്ലുക, നിന്റെ വായിലൂടെ ഇരുന്ന് സംസാരിക്കേണ്ടത് ഉപേക്ഷിച്ചു തരുമെന്ന് പറയും. പക്ഷേ മോശ വീണ്ടും മറുപടി തർക്കത്തിനും പറയും, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണം. അപ്പോൾ യഹോവയുടെ കോപം മോശയുടെ നേരെ ജ്വലിച്ച് 14-ാം വാക്യം. അപ്പോഴാണ് അഹരോനെ ദൈവം അയക്കുന്നത്. അഹരോനെ മോശയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അഹരോനെ തീരുമാനിക്കും ദൈവം. അവൻ നന്നായിട്ട് സംസാരിക്കും. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ആനന്ദിക്കും. എന്ന് വെച്ചാൽ അവർ തമ്മിലുള്ള ബന്ധം നല്ലതാണ്. 15-ാം വാക്യം. ആ ബന്ധം നല്ലതല്ലെങ്കിൽ ആ മോശയ്ക്ക് വരെ ഉപയോഗിക്കാൻ പറ്റില്ല. 15-ാം വാക്യം. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ചു തരും. നിനക്ക് വരെ അവൻ ജനത്തോട് സംസാരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. നീ അവൻ്റെ ദൈവമായിരിക്കും. എന്നുവെച്ചാൽ അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളായിരിക്കും എന്നർത്ഥമാണ് ദൈവം എന്ന വാക്ക്. ഇവിടെ പ്രധാന വാക്ക് വായായിരിക്കും. ഒരു പ്രവാചകൻ ദൈവത്തിൻ്റെ വായാണ്. ദൈവത്തിന് പറയേണ്ട കാര്യങ്ങൾ പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ പ്രവാചകന്മാരെ കുറിച്ച് വളരെ ശക്തമായിട്ട് പറയുന്ന മറ്റൊരു വേദഭാഗമാണ് ആവർത്തന പുസ്തകം 18-ാം അധ്യായം. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ ഇങ്ങനെ മോശ പറയും, നിന്നെപ്പോലൊരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങൾ അവൻ്റെ നാവിന്മേലാക്കും. ക്രിസ്തുവിനെ മുൻകൂട്ടി പറയുകയാണ്. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെ അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തരെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ഇപ്പോൾ പ്രവാചകൻ ആരാണെന്ന് ദൈവം കൃത്യമായി കാണിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വായാണ്. ദൈവത്തിൻ്റെ സംസാരിക്കുന്നവനാണ്. അപ്പോൾ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ പ്രഭാഷകനാണ്, പ്രഘോഷിക്കുന്നവനാണ്, സംസാരിക്കുന്നവനാണ്. അതുപോലെ ഒരു ഭാവി കാര്യങ്ങൾ പറയുന്ന വ്യക്തിയായിട്ട് പ്രവാചകനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പരിമിതപ്പെടുത്തുകയാണ്. ഭാവി കാര്യങ്ങൾ അറിയിക്കുന്ന ഒരാളാണ് പ്രവാചകൻ എന്ന് പറയുമ്പോൾ, പ്രവചിക്കുന്ന ഒരാൾ, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രവചിക്കുന്ന ഒരാളാണ് എന്ന് പ്രവാചകൻ നമ്മൾ പറയുമ്പോൾ അത് പൂർണ്ണതയുള്ളൊരു നിർവചനമല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനുഷ്യരോട് അറിയിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ചിലപ്പോൾ വരാനുള്ളതും പറയും, ഭാവിയിലുള്ള കാര്യങ്ങളും പറയും. ഇപ്പോൾ മോശ ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോൾ മോശ ഉൽപ്പത്തി പുസ്തകത്തിൽ ഭൂമിയിലെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ദൈവം മോശയിലൂടെ പറഞ്ഞു, ഇപ്പോഴുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഇനി സംഭവിക്കാൻ പോകുന്നു, ഇനി എന്നെപ്പോലും പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചിരുവെന്ന് ഭാവിയുടെ കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ പ്രവാചകൻ ഇതെല്ലാം പറയും. കഴിഞ്ഞ കാര്യങ്ങൾ പറയും, ഇപ്പോഴുള്ള കാര്യങ്ങൾ പറയും, വരാനുള്ള കാര്യങ്ങൾ പറയും. ഭാവി പറയുന്ന ആൾ മാത്രമായിട്ട് പ്രവാചകൻ എന്ന വാക്കുകൊണ്ട് കാണരുത്. അത് പരിമിതപ്പെടുത്തുകയാണ്. ബൈബിൾ പ്രവചനവാക്യമാണ്. പത്രോസിന്റെ പുസ്തകത്തിൽ പറയുന്ന പ്രവാചകവാക്യമാണിത് ബൈബിൾ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന നിമിഷം നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. കഴിഞ്ഞ കാലത്തെ കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തി തരും. ഇനിയുള്ള ജീവിതം എങ്ങനെയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ പോയ ശേഷം കൊടിയ ചെന്നാക്കി നിങ്ങളുടെ ഇടയിൽ കയറും, നിങ്ങളെ തകർത്ത് കളയും. ആവർത്തി പുസ്തകം പലയിടത്ത് കാണാം. മോശ വിട പറയുന്നതിന് മുമ്പ് യോശുവയെ നിയമിക്കുമ്പോൾ പറയും, ഞാൻ പോയ ശേഷം നിങ്ങളുടെയൊക്കെ ജീവിതം തകർന്നു പോകും, നിങ്ങൾ വിഗ്രഹാലയിലേക്ക് കൂപ്പുകുത്തും, നിങ്ങളെ ദൈവം കയറിട്ട് വലിച്ചുകൊണ്ട് പോകും, നിങ്ങൾ വിശ്വസ്തരായിരിക്കില്ല. ദൈവം മോശ മുൻകൂട്ടി പറയും. അപ്പോൾ പ്രവാചകന്റെ ദൗത്യം കൃത്യമായി മനസ്സിലാക്കുക. ദൈവത്തോട് സംസാരിക്കുന്ന ആളാണ് ക്രിസ്തു. ആ വിധത്തിൽ യഥാർത്ഥ പ്രവാചകനാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനുഷ്യരുടെ നടുവിൽ അറിയിച്ചവനാണ്. ഏറ്റവും വലിയ ആ പ്രവാചകൻ, വലിയ പ്രവാചകൻ എന്ന് യേശുവിനെ പലപ്പോഴും പറയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് കൃത്യമായിട്ട് പറയും പ്രവാചക പിന്തുണയെക്കുറിച്ച്. പ്രവൃത്തികൾ 3:22 മുതൽ ദൈവമായ ഇവിടെ മോശ പറഞ്ഞ വാക്കാണ് ഉദ്ധരിക്കുന്നത്. മോശ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൽ പറഞ്ഞ വാക്യം, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിൽ നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം.
ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിനിടയിൽ നിന്ന് ഛേദിക്കപ്പെടും. അപ്പോൾ മോശ പറഞ്ഞത് ആവർത്തന പുസ്തകം 18-ാം തീയതി പറഞ്ഞപ്പോൾ ആരെക്കുറിച്ചാണ്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പ്രവാചകനായ യേശു എന്ന് മോശ പറഞ്ഞുവല്ലോ. എന്നിട്ട് 24-ാം വാക്യത്തിൽ അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഈ കാലം അത് ക്രിസ്തുവിൻ്റെ കാലം, ക്രിസ്തുവിലൂടെ നിവൃത്തിയാകപ്പെട്ട പ്രവചനങ്ങൾ. അപ്പോൾ യേശു ക്രിസ്തു വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ആ പ്രവാചകനാണ്. തൻ്റെ പ്രവാചക ദൗത്യം പുതിയ നിയമത്തിൽ വളരെയധികം തവണ ദൈവം ഉറപ്പിച്ച് കാണിച്ചു. ദൈവത്തിനോട് സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കുക. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം. യോഹന്നാൻ 3-ാം അധ്യായത്തിലെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ പറയുന്നത്, മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകും, ഭൗമികമായത് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷീകരിക്കുന്നു. ഇവരുടെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ പറയാൻ എവിടെ നിന്നുള്ള ആളാണ്. അവൻ്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല. അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളത് മുദ്രയിടുന്നു. ദൈവം അയച്ചവൻ, ശ്രദ്ധിക്കുക, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെ അല്ലയോ കൊടുക്കുന്നു. ഇവിടെ ഈ വാക്യത്തിൽ ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞു, ഞാൻ മുകളിൽ നിന്നുള്ളവനാണ്, സ്വർഗത്തിലെ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അങ്ങനെ അവിടെ സ്ഥലമില്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു. ഞാൻ പോകുന്ന സ്വർഗത്തിലേക്കാണ്, ഞാൻ വന്നത് സ്വർഗത്തിൽ നിന്നാണ്, ഞാൻ പറയുന്ന സ്വർഗത്തിൻ്റെ കാര്യങ്ങളാണ്. ഈ ഭൂമി താൽക്കാലികമാണ്, സ്വർഗമെന്താ നിത്യമായ സ്ഥലത്ത് ഞാൻ വന്നത്. യോഹന്നാൻ 5:30. യോഹന്നാൻ ചില വാക്കുകൾ മാത്രം നമുക്ക് നോക്കാം. യോഹന്നാൻ 5:30. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നതുകൊണ്ട് എൻ്റെ വിധികൾ നീതിയുള്ളതാണ്. എൻ്റെ സ്വന്തം കാര്യമല്ല പറയുന്നത്, ദൈവം നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യം, നിങ്ങളോട് അറിയിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കോവണി പോലെ ദൈവത്തിന് ഭൂമിയോട് ഇടപെടാനുള്ള കോവണിയാണത്. ദൈവത്തിന് ഭൂമിയിലെ മനുഷ്യരോട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ആളാണ് ക്രിസ്തു. ഒരു പ്രവാചകനാണ്. 7-ാം അധ്യായം യോഹന്നാൻ 7:16. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതെന്നറിയും. യോഹന്നാൻ 8:26. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം വാക്യം. നിങ്ങളെക്കുറിച്ച് വളരെ സംസാരിപ്പാനും വിധിപ്പാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നവർ. അവനോട് കേട്ടത് സംസാരിക്കുന്നു. യോഹന്നാൻ 12:47-49 വളരെ പ്രധാനപ്പെട്ട വാക്യം അവിടെ പറയും. എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ ന്യായം വിധിക്കുന്നതിനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കുന്ന ആളുകൊണ്ട് ന്യായം വിധിക്കും. ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണമെന്നും ഇന്നത് സംസാരിക്കണമെന്ന് കൽപ്പന തന്നിരിക്കുന്നു. അപ്പോൾ ദൈവമാണ് ക്രിസ്തുവിലൂടെ സംസാരിച്ചത്. ദൈവത്തിൻ്റെ വായായിട്ട് ക്രിസ്തു പ്രവർത്തിക്കുകയാണ്. ക്രിസ്തു ദൈവത്തിന് വേണ്ടി സംസാരിച്ചു, മുകളിൽ നിന്ന് വന്നവനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വ്യക്തമായി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും. പുതിയ നിയമം കൃത്യമായി പറയുന്നു, ക്രിസ്തു ആ യാക്കോബ് കണ്ട കോവണി ആണ് എന്ന് കൃത്യമായി കാണിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ദൈവത്തിന് വേണ്ടി മനുഷ്യർ സംസാരിച്ചവനാണ്. ഈ ഒരു ദൗത്യം, താൻ പ്രവാചകരുടെ ദൗത്യം താൻ നിവൃത്തിയാക്കി. സകല പ്രവാചകന്മാരും അത് സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ 2 പത്രോസ് 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പത്രോസ് പറഞ്ഞത്, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ല, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. അപ്പം അപ്പോസ്തലന്മാർ മുഖാന്തരവും കർത്താവും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തു മുഖാന്തരം തന്ന കൽപ്പനകൾ ഓർത്തുകൊള്ളണം. അപ്പോൾ നാം കണ്ടു, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ പതന സമയത്ത് തന്നെ സൃഷ്ടാവായ ദൈവം, രക്ഷകനായ ദൈവം, സ്നേഹസമ്പന്നനായ ദൈവം മനുഷ്യൻ്റെ പതനത്തോടുകൂടി എല്ലാം അവസാനിപ്പിച്ചില്ല. അവനെ വീണ്ടെടുക്കാൻ ഒരു പദ്ധതി വരും. അത് നിത്യമായ പദ്ധതിയാണ്. ദൈവം മനസ്സിൽ രൂപകൽപ്പന ചെയ്തതാണ്. ദൈവത്തിന് അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്. ദൈവം മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നതല്ല. അങ്ങനെ ദൈവത്തിന് പക്ഷേ അറിയാം, മുന്നറിവിൽ അറിയാം എന്താണ് സംഭവിക്കുന്നത്. മനുഷ്യൻ്റെ പതന സമയത്ത് മനുഷ്യവർഗത്തെ വീണ്ടെടുക്കാൻ ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി പ്രവചനമായിട്ട് അറിയിച്ചു, മുന്നറിയിച്ചു, അതൊരു വാഗ്ദാനമായി അറിയിച്ചു, അതൊരു നിഴലായിട്ട് കാണിച്ചു കൊടുത്തു. അവൻ്റെ നഗ്നത മറച്ചുകൊണ്ടു. പിന്നെ അബ്രഹാമിൻ്റെ ദൈവം വിളിച്ച് അബ്രഹാമിനോട് പറഞ്ഞു, ആ വാഗ്ദത്ത സന്ധ്യ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഭൂമി ഒരുക്കപ്പെടണം, ഒരു ജനത ഒരുക്കപ്പെടണം, ആ ജനതയെ സംരക്ഷിക്കപ്പെടണം, ജനതയ്ക്കൊരു ദേശം കൊടുക്കണം, അവിടെ പിതാവായ അബ്രഹാം അനുഗ്രഹിക്കപ്പെടണം. അങ്ങനെ അതെല്ലാം ഒരുക്കി ഒരു മഹാജാതിയാക്കി അവർക്ക് ദേശം കൊടുക്കും. ഇതെല്ലാം
ആത്മീക സന്തതിക്ക് വേണ്ടി മാത്രം, ആത്മീയ സന്തതിയെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം. ബാക്കി രണ്ടും ഭൗതികമാണ്. വലിയ ജാതിയാക്കുമെന്ന് പറഞ്ഞതും ദേശം കൊടുക്കുമെന്ന് പറഞ്ഞതും ഭൗതികമായ കാര്യങ്ങൾ. പക്ഷെ ആത്മീക സന്തതി അത് ഏറ്റവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. അതിൻ്റെ നിവർത്തീകരണം അത് ദൈവം നടത്തുകയാണ്. അബ്രഹാമിന് പറഞ്ഞ വാഗ്ദാനം അബ്രഹാമിൻ്റെ മകനെ ഇസാക്കിനോടും പിന്നീട് യാക്കോബിനോടും അത് ഓർമ്മപ്പെടുത്തി കൊടുക്കും. അങ്ങനെ യാക്കോബ് ആ ദർശനം കണ്ടു. ആ ദർശനത്തിലൂടെ നമ്മൾ ആ കോവണിയെ കണ്ടു. ആ കോവണി മറ്റാരുമല്ല, ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. സ്വർഗത്തിലെ ദൂതന്മാർ ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയിലുള്ളവർക്ക് സ്വർഗത്തിൽ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. അതായത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ആ കോവണി അത് യേശുവാണ്. അത് കർത്താവിനെ നഥനിയോട് സംസാരിക്കാൻ പറഞ്ഞു, മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും. ഇത് എൻ്റെ ഉടപ്പം നടക്കുമ്പോൾ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലേ ഫിലിപ്പോസ് ചോദിച്ചതുപോലെ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ക്രിസ്തുവാണ് ആ വാഗ്ദത്ത സന്തതി, ക്രിസ്തുവാണ് ആ കോവണി. ക്രിസ്തുവിലൂടെയാണ് മനുഷ്യർ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നത്. ആ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു ഒരു പ്രവാചകനെ പോലെ നമ്മുടെ നടുവിൽ ജീവിച്ചു. ദൈവത്തിൻ്റെ കാര്യങ്ങൾ, സ്വർഗത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മോട് അറിയിച്ചു. ദൈവത്തിൻ്റെ വായായി സംസാരിച്ചു. ദൈവത്തിൻ്റെ സ്വർഗീയമായ സത്യങ്ങൾ നമ്മോട് അറിയിച്ചാണ്. ഈ സത്യങ്ങളാണ് അവസാനം നമുക്ക് ന്യായീകരിക്കുന്നത്. ഇനി മറ്റൊരു ദൗത്യമുണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ മറ്റൊരു ദൗത്യം, മഹാപുരോഹിതൻ. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത തവണ ചിന്തിക്കാം. ദൈവങ്ങളെ സഹായിക്കും. താങ്ക് യു.